പെട്ടെന്ന് പറഞ്ഞാൽ ചെയ്യാം. ഇപ്പൊ എന്താ ഇതിനൊന്ന് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, യെസ്, നമുക്ക് ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് വിളിക്കാം. വേണ്ട, മാഡത്തിനെ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് എന്നെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് പോകാം. മാം എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് മനസ്സിൽ വിചാരിക്കുക. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് മനസ്സിൽ വിചാരിച്ചു. സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്. ഞാൻ സിമ്പിൾ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, എന്ത് വേണമെങ്കിലും വിചാരിക്കാം. പക്ഷെ അത് എത്ര സിമ്പിൾ ആക്കുന്നോ അത്രയും എനിക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് വിചാരിച്ചോ? ഓക്കെ, ഞാൻ മാഡത്തിനോട് എന്തെങ്കിലും പ്രീ പ്ലാൻ ചെയ്യുകയോ, അതായത് മാം ഇത് വിചാരിക്കണം എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറയണമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ എന്തെങ്കിലും എഴുതിക്കുകയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. മാഡത്തിന്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് അല്ലേ? ഒരു ഒബ്ജക്റ്റ് മനസ്സിലിപ്പോൾ ഉണ്ട് ശരിക്കും. ഓക്കെ, അത് മാത്രം മനസ്സിൽ വിചാരിക്കുക, വേറെ ഒന്നും വിചാരിക്കരുത് എന്ന് പറയുന്ന ക്ലീഷേ ഡയലോഗ് ഞാൻ പറയുന്നില്ല. കാരണം വേറെ ഒന്നും വിചാരിക്കാതിരിക്കാനും ഒരാൾക്ക് പറ്റില്ല. പല സംഭവങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. ഇറ്റ്സ് ഓക്കെ. പക്ഷെ മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിനായിരിക്കണം, മനസ്സിൽ വിചാരിച്ച ഒരു ഒബ്ജക്റ്റിനായിരിക്കും. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം വിചാരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ വല്ലാതെ അതിലേക്ക് വലിക്കാറുണ്ട്. അതായത് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ ഫോഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പം ഇതൊരു ഓഫീസ് ടൈപ്പ് ഓഫ് റൂമാണ്. ഓക്കെ, ഇവിടെ മാഡത്തിന് പല ഒബ്ജക്റ്റുകളും കാണാൻ സാധിക്കും. അതിലുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റിലേക്കായിരിക്കും ഫസ്റ്റ് മനസ്സ് പോവുക. ഒരു ഒബ്ജക്റ്റ് വിചാരിക്കാം, നമ്മളിരിക്കുന്ന സ്ഥലം അത് പ്രധാനമാണ്. ഒരാളൊരു ഇത് ചിന്തിക്കുന്ന ഒരു സംഭവം. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല, നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ കടന്നങ്ങ് പോകും. പക്ഷെ മാഡത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഇതില്ല. കാരണം സിമ്പിളായിട്ട് എന്തെങ്കിലും വിചാരിക്കാനാണല്ലോ പറഞ്ഞത്. എന്തോ ഇവിടെ ഈ ഒരു ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണെന്നുള്ളത് എനിക്കൊരു മനസ്സിലിങ്ങനെ വന്നിട്ടുണ്ട്. ശരിയാണോ? ആണോ? ചില ആളുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ ആയുധമാക്കും എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണത്. പക്ഷെ അത് ആയുധമല്ല, നമ്മളങ്ങനെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു സാധനമാണ്. ഓക്കെ, മേഡം തന്നെ ചിരിയിൽ തന്നെ എനിക്ക് കാര്യം ഓക്കെ ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇറ്റ്സ് എ പെൻ. പെന്നാണോ? ഇവിടെ സംഭവിച്ചത് മെന്റലിസം. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രിക്കാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ സ്റ്റേജ് ഷോയിൽ പറയുന്നൊരു കാര്യമാണ്. ട്രിക്കുകൾ പല തരത്തിലുണ്ട്. ഒരു കള്ളൻ പോക്കറ്റ് അടിക്കുന്നത് എന്ന് പറയുന്നത് ട്രിക്കാണ്. പക്ഷെ ആ ട്രിക്കിനെ നമുക്ക് മാജിക് എന്ന് വിളിക്കാൻ പറ്റില്ല. മാജിക് ട്രിക്കാണെന്ന് നമുക്കറിയാം, മാജിക്കിന് ട്രിക്ക് വേറെയാണ്. അതുപോലെ മെന്റലിസം എന്ന് പറയുന്നത് ഒരു ട്രിക്കാണ്. അത് പല രീതികളിൽ പല മെത്തേഡുകളിൽ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പം മാം പെന്ന് എന്ന് വിചാരിച്ചത് ആക്ച്വലി ഒരു സജഷനും ഒരു ഫോഴ്സിങ്ങും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. മാഡത്തിന് എനിക്കറിയാം, മാഡം ഇവിടെയുള്ള എന്തെങ്കിലും ഒരു വസ്തുവാണ് ഫസ്റ്റ് മനസ്സിൽ വരിക എന്നുള്ളത്. അതിൽ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് പെന്ന്. കാരണം ഇവിടെ ഒരുപാട് പെന്നുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് എനിക്ക് മാഡത്തിന്റെ എക്സ്പ്രഷനിലൂടെയും കാര്യങ്ങളിലൂടെയും എനിക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഒരാളുടെ മനസ്സിലുള്ള കാര്യം കണ്ടുപിടിക്കാന്നുള്ളത്. അതായത് ഒരാളുടെ മനസ്സിലുള്ള ഒരു പേര് നമുക്കിങ്ങനെ മനസ്സിനകത്ത് പോയി ഇങ്ങനെ ലെറ്റർ ബൈ ലെറ്റർ വായിച്ചെടുക്കാൻ പറ്റില്ല. ഇതുപോലുള്ള സിറ്റുവേഷൻസിനെ വെച്ച് മാച്ച് ചെയ്യിപ്പിച്ച് നമ്മൾ അവരെ സജസ്റ്റ് ചെയ്യിപ്പിച്ച് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഓരോ സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇത് ചാൻസസ് 50-50 ആണ്. പക്ഷെ ഇങ്ങനെ ഒരു ടോക്കിൽ നമുക്ക് ഫെയിൽ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ആ റിസ്ക് എടുത്തത്. പക്ഷെ നമ്മൾ സ്റ്റേജ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരിക്കലും റിസ്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ 50-50 എടുക്കാൻ പറ്റില്ല. 100% സക്സസ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മെന്റലിസവും മാജിക്കും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ ഒരു ആർട്ട് ഫോമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്നത്. കാരണം മെന്റലിസം ഡൗൺ ആയാലും മാജിക് എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ അതിലൂടെ നമുക്കത് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് മെന്റലിസം ആക്ച്വലി വർക്ക് ആവുന്നത്. മെന്റലിസത്തിൽ എത്രമാത്രം സൈക്കോളജി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കോളജി എല്ലാറ്റിലും ഉള്ളതുപോലെ എന്തിലും സൈക്കോളജി ഉണ്ട്. എല്ലാറ്റിലും ഉള്ളതുപോലുള്ള സൈക്കോളജി മെന്റലിസത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പെട്ടെന്ന് ഒരാളോട് ഒരു കളർ വിചാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു കളർ റെഡ് ആയിരിക്കും. കോമൺലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അത് ഒരു സൈക്കോളജിക്കൽ ഒരു സംഭവമാണ്. നമ്പേഴ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ബിറ്റ്വീൻ 1 to 9 ഒരു നമ്പർ വിചാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി 7 വിചാരിക്കും, അല്ലെങ്കിൽ 5, 3. ഈ ഒരു 3 നമ്പേഴ്സ് മാത്രമേ പെട്ടെന്ന് മനസ്സിൽ. ഇങ്ങനെയൊക്കെയുള്ള സൈക്കോളജിക്കൽ പാർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു മെന്റലിസം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിൽ.
അതല്ലാതെ അതിന്റെ മുകളിലേക്ക് ഇതൊരു സൂപ്പർ നാച്ചുറൽ പവറോ ഒന്നുമല്ല, ഇതൊരു മാജിക് പോലെ ആൾക്കാരെ. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ചില ഷോകളിൽ, അതായത് ഇപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന മൂളുന്ന പാട്ട് കൊണ്ട് പാടിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് അത് സ്റ്റേജ് പെർഫോമൻസിൽ വരുന്നത്, അല്ലെങ്കിൽ അതൊരു പെർഫോമൻസ് ഏരിയയിൽ വരുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പല രീതികളിൽ സാധനങ്ങൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ, മനസ്സിലുള്ള ഒരു പാട്ട് നമുക്ക് വേറെ ആളെ കൊണ്ട് പാടിപ്പിക്കാം. ഇപ്പൊ മാഡത്തിന്റെ മനസ്സിലുള്ള ഒരു ചിന്ത എനിക്കിപ്പോ വേണമെങ്കിൽ ദീപയുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും ഇതിൻ്റെതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. മെന്റലിസം ശരിക്കും റൺ ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള പ്രിൻസിപ്പിൾസിലൂടെയാണ്. കുറേ പ്രിൻസിപ്പിൾസ് മിക്സ് ചെയ്തിട്ടാണ് മെന്റലിസം ഡെവലപ്പ് ആവുന്നത്. ഇപ്പോഴും പലരും പറയാറുണ്ട് മെന്റലിസം എന്ന് പറഞ്ഞാൽ മാജിക് അല്ലേ എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ഷെയ്ഡ് അതായിട്ട് തോന്നാം. കാരണം മെന്റലിസത്തിൽ യൂസ് ചെയ്യുന്ന ട്രിക്കുകളും മാജിക്കിൽ യൂസ് ചെയ്യുന്ന ട്രിക്കുകളും ഏകദേശം ഒരേപോലുള്ള ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് തിങ്സ് ആണ്. ചിലപ്പോൾ മാജിക്കിന്റെ ഫുൾ ട്രിക്ക് നമ്മൾ മെന്റലിസത്തിൽ ഉപയോഗിച്ചു വരും, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് ഡിപ്പെൻസ് ആണ്, നമ്മൾ എവിടെ പെർഫോം ചെയ്യുന്നു, ആ കാണുന്ന ഓഡിയൻസ് എന്താണ്, അവർക്ക് എന്ത് വേണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 499 രൂപയ്ക്ക് മെന്റലിസം പഠിക്കാം, അല്ലെങ്കിൽ 99 രൂപയ്ക്ക് മെന്റലിസം പഠിക്കാം, അല്ലെങ്കിൽ മെന്റലിസം പഠിക്കണം. ആക്ച്വലി ഞാൻ 23 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ്. എനിക്ക് കണ്ടുപരിചയം പോലും ഇല്ലാത്ത കുറേ ആൾക്കാർ ഇപ്പോൾ ഇതൊരു കോഴ്സ്, ഒരു വരുമാന മാർഗമായിട്ട് മെന്റലിസം പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പഠിച്ചിറങ്ങുന്ന ആൾക്കാർ അവരടുത്ത കോഴ്സ് അനൗൺസ് ചെയ്യാണ്, ഞാൻ മെന്റലിസം പഠിപ്പിക്കാം എന്നുള്ള രീതി. അപ്പൊ നമുക്ക് മെന്റലിസം, പലരും ചോദിക്കുന്ന മെന്റലിസം എവിടെ നിന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളത്. ബെറ്റർ യു ഡയറക്ട്ലി ഗോ ടു മീറ്റ് ആ മെന്റലിസ്റ്റ് ഓർ മെജീഷ്യൻ. കാരണം അവർക്കേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ പോയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു സംഭവം ടീച്ചറും അധ്യാപകനും തമ്മിൽ, ഗുരുവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലേ? ടീച്ചർ എന്ന് പറയുന്നതും ഗുരു എന്ന് പറയുന്നതും രണ്ടും ഭയങ്കര വ്യത്യാസമുള്ള ഒരു സംഭവമാണ്. ടീച്ചർ എന്ന് പറയുന്നത് അവർ പഠിച്ച ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ച പുസ്തകത്തിൽ നിന്ന് പഠിച്ച ഒരു സാധനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഒരു ട്രാൻസ്ഫർ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഗുരു എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഗുരു എന്ന് പറയുന്നത് അവർ ചെയ്ത് അവരുടെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നു, അതാണ് ഗുരു എന്ന് പറയുന്നത്. സോ ബെറ്റർ യു ഫൈൻഡ് എ ഗുരു, നോട്ട് ഫൈൻഡ് എ ടീച്ചർ. അതാണ് എനിക്ക് മെന്റലിസം പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരോട് പറയാനുള്ളത്. ഡയറക്ട്ലി മീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ പഠിക്കാം. എത്ര സമയം വേണം ഒരു മെന്റലിസം പഠിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ മെന്റലിസം പഠിക്കാം. പക്ഷേ എത്ര സമയം എടുത്തിട്ടാണ് ഇത് പെർഫോം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കഴിവ് അനുസരിച്ചിട്ടാണ്, അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതാണ് മെന്റലിസത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. ഇനി ബാക്ക് ടു ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ വളരെ ഹാപ്പിയാണ്. കൊച്ചിയിൽ സെറ്റിൽഡാണ്, നാട്ടിലാണ് അച്ഛനും അമ്മയൊക്കെ. മോള് ഉണ്ട്, ചെറിയൊരു മോള്, 3.5 വയസ്സായിട്ടുള്ള മോളുടെ പേര് ദിയ. ഹാപ്പി ലൈഫാണ്. അത്യാവശ്യം ഷോസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കോർപ്പറേറ്റ് ഇവൻറ്റ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങളാണ് വലുത്. സോ നമ്മുടെ പ്രശ്നങ്ങൾ വലുതെന്നൊന്നും പറയുന്നില്ല. പിന്നെ പണ്ട് ചെറുപ്പത്തിൽ കേട്ട കുറേ കാര്യങ്ങൾ, ലൈക്ക് ബോഡി ഷേമിങ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഫോട്ടോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഭയങ്കര മെലിഞ്ഞിട്ട് സ്കെൽറ്റായിരുന്നു. അപ്പോൾ മെലിഞ്ഞു, ഒരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഒരാളെ കാണുമ്പോൾ സുഖമല്ലേ, രാവിലെ എന്താ കഴിച്ചത് എന്നൊക്കെ ചോദിക്കാം. അല്ല, നല്ലോണം മെലിഞ്ഞു പോയല്ലോ എന്ന് ചോദിക്കുന്ന ആ ഒരു, അത് അവര് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവര് നേരെ ഓപ്പോസിറ്റ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അതെ, അതാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേലും തടി കൂടിയോ? അപ്പൊ ഇതൊരു ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ആളുകളുടെ ഒരു ആനന്ദമാണ്. അത് അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നവരുണ്ട്, അറിയാതെ അല്ല, അവര് സന്തോഷിക്കട്ടെ എന്ന് നമ്മളും വിചാരിക്കും. അപ്പൊ അത് നമ്മള് അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഷോയില് ഒരു ബോഡി ഷേമിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ട് ചെയ്യുകയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ചൊരു സാധനമാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ വന്ന എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഷോയിൽ ഞാൻ. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഏറ്റവും വലിയ ഒരു കാര്യമുള്ളത്, പല ഷോസിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡീസ് പോലുള്ളതിലൊക്കെ ആണെങ്കിലും ശരിക്കും വീട്ടിലിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകളെയൊക്കെ എടുത്ത് വേറെ നിക് നെയിമൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബോഡി ഷേമിങ്ങിന്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് ഒരു ക്യാരക്ടർ ഷേമിങ്ങും ഒക്കെ കൂടി ചേർന്നുള്ള പരിപാടിയാണ് കയ്യടികൾക്ക് വേണ്ടി. സിനിമയിലൊക്കെ ഭയങ്കരമായിട്ട് മുമ്പ്, ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി
ഇതൊരു ആക്ച്വലി ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈം. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും. അത് ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായി തുടങ്ങി. എന്നാലും പഴയ ലൈൻ പിടിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കും എന്നുള്ള രീതിയിൽ ദീപയെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയേ. ദീപ എന്താണെന്നൊന്ന് പറയേ, ആളുകൾ അറിയട്ടെ. ഞാൻ പ്രൊഫഷണലി ഞാനൊരു കോണ്ടന്റ് റൈറ്ററാണ്. ഞാൻ ഒരു അധ്യാപികയായിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു പാഷനും എനിക്ക് കുറച്ചും കൂടെ സമാധാനം കിട്ടുന്ന ഒരു ഏരിയ എഴുത്താണെന്ന് മനസ്സിലാക്കി ഞാൻ ഫോട്ടോഗ്രാഫർ ആൾസോ. ഷീസ് എ വെരി ഗുഡ് ഫോട്ടോഗ്രാഫർ. അവളുടെ ഒരു ഫോട്ടോ US മാഗസിൻ അല്ലേ, US മാഗസിൻ ഓസ്ട്രേലിയൻ കവറിലൊക്കെ അടിച്ചു വന്നിട്ടുണ്ട്. അല്ല, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ആ സമയത്ത് 2012-13 ആ സമയത്ത് ഞാൻ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു. അന്ന് ശരിക്കും ലേഡി ഫോട്ടോഗ്രാഫേഴ്സ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഫോട്ടോഗ്രാഫിയിൽ അത്രയും ആൾക്കാരില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് സോളോ എക്സിബിഷൻസ് ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ അത് ഒത്തിരി പേരുടെ സഹായത്തോടുകൂടെ, ഞാൻ ഒറ്റയ്ക്കൊന്നും ഉണ്ടാക്കിയതല്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുത്ത് തന്നെയായിരുന്നു. എഴുത്ത് മുന്നേ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിരുന്നു, പിന്നെ അത് ഒക്കെ ഒരു കൊമേഴ്ഷ്യൽ അങ്ങനെ ഒരു ഇതിലോട്ട് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ക്രിയേറ്റീവായിട്ട് എഴുതാനെന്നുള്ളൊരു സമയം അങ്ങനെയൊന്നും കിട്ടാറില്ല. പക്ഷെ ഫുൾ കൊമേഴ്ഷ്യലായിട്ട് പറയുന്നത് നമ്മുടെ ഉള്ളിലൊരു പാറ്റേൺ സെറ്റാവും. ഇപ്പോൾ യദുവിൻ്റെ പരിപാടികൾ ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്യുന്നത് ദീപയാണോ? അതെ അതെ, ഞാൻ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡിലും അല്ലാണ്ട് ഇപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഹെൽപ്പ് ഞാൻ ചെയ്യാറുണ്ട്. ഓൾറെഡി യദുവിന് അസിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഹിസ് ഓൺ. ചിലത് മാത്രമല്ല, എനിക്ക് എന്തൊരു ഒരു വിശ്വാസമാണ് ലാസ്റ്റ് സ്റ്റേജിൽ കയറുമ്പോൾ. അത് ഒരാളുടെ വിശ്വാസമാണ്. സ്റ്റേജിൽ കയറുമ്പോൾ ഇവളുടെ ഒരു ഓൾ ദി ബെസ്റ്റ്, അതാണ് അവസാനമായിട്ട് ഞാൻ പുറത്തുനിന്ന് കേൾക്കുന്ന ഒരു വേർഡ് എന്നുള്ളത്. അല്ല, അത് തന്നെ അവിടെ ഇല്ലെങ്കിലും എൻ്റെ അസിസ്റ്റന്റ് ഉണ്ട് ജിഷ്ണു. അവൻ ജസ്റ്റ് ഫോണിൽ വിളിച്ചിട്ട് ഞാൻ സ്റ്റേജിൽ കയറാനാകുമ്പോൾ എൻ്റെ ചെവി കൊണ്ട് വെച്ച് തരും ഫോൺ. അപ്പോൾ അവള് പറയും കട്ട്. ഇതാണ് നമ്മുടെ ആ ഒരു എൻ്റെ ഒരു ഷോൻ്റെ ഒരു നല്ലതെന്ന് പറയാം. എനിക്ക് അത് ഭയങ്കര, പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ്. ഞാൻ സ്റ്റേജിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ മുഖം 2-3 വയസ്സേ ഉള്ളൂ. ട്രിവാൻഡ്രത്തുള്ളൊരു ഷോ, BNA ഒരു ഷോ ആയിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോള് മുമ്പിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷോ ചെയ്ത് എല്ലാവരും കൈയടിക്കുക. അപ്പോൾ ഇവളിങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഇവള് കൈയടിക്കുക ഇരുന്നിട്ട്. അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര, സ്റ്റേജിൽ നിന്നിട്ട് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ശരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ. ബാക്ക് ടു ദീപ. അല്ല, അതാണ് ബേസിക്കലി ഞാൻ ഒരു കോണ്ടന്റ് റൈറ്റർ ആണ് അല്ലേ? കോണ്ടന്റ് റൈറ്ററാണ്. പിന്നെ ഞാൻ അത്യാവശ്യം ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഒക്കെ എടുക്കാറുണ്ട്. ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. അതായത് എനിക്ക് ഇംഗ്ലീഷ് ഷോസ് ഒരു ഷോ വന്നു ബാംഗ്ലൂർ. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു ആ സമയത്ത്, സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഒന്നും ആ സമയത്ത് ഇല്ല, ഞാനിവിടെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കും? ഷോ എടുത്തു, ആ ഒരു ചെറുപ്പത്തിൻ്റെ ചുരുക്കിൽ അത് എടുത്തിട്ട് എങ്ങനെ ചെയ്യും എന്നുള്ളതായി. എൻ്റെ മുന്നിൽ 20 ദിവസമാണ് ടൈം ഉള്ളത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അഹങ്കാരം എന്ന് പറയും. കാരണം നാട്ടിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് പോയി കഴിഞ്ഞാൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പോകുന്നു എന്ന് പറയും. ശരിക്കും നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടി നമ്മളത് വെക്കുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ നാടിൻ്റെ ഏരിയ കയറുമ്പോൾ ഞാൻ കൂളിംഗ് ഗ്ലാസ് കയറിയിട്ട് പോക്കറ്റിൽ വെക്കും. അങ്ങനെ ഒരു ഇത്. അപ്പം ചുറ്റുപാട് അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് സംസാരിക്കാൻ ഒരു ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരാളില്ല, ആരും അങ്ങനെ സംസാരിക്കില്ല. എൻ്റെ അച്ഛൻ നന്നായിട്ട് എഴുതും വായിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അച്ഛനും ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം സംസാരമാണ് പ്രശ്നം. അപ്പം ഞാൻ കണ്ടെത്തിയൊരു പോംവഴി എന്നാണ്, എനിക്ക് കുരുട്ട് ചിന്തകൾ പണ്ട് മുതലേ വരും, മാജിക്കിൻ്റെ ഇതായതുകൊണ്ട്. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ BPL ആയിരുന്നു ആ സമയത്ത് ഫോൺ. ഞാൻ BPL കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ സിമ്മ് ചില സ്ഥലത്ത് വർക്ക് ആവുന്നില്ല, അതൊരു വിഷയം സെറ്റ് ചെയ്തിട്ട് ഞാൻ അവരോട് ഇംഗ്ലീഷിൽ പറയും. ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് പറഞ്ഞാലും വളരെ പേഷ്യൻസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാവുന്നത് വരെ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അവരിങ്ങോട്ട് സംസാരിക്കും, അങ്ങോട്ട് സംസാരിക്കും. ആ കോൺവെർസേഷൻ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതേപോലെ പിന്നെയും വിളിക്കും, വേറൊരു വിഷയം പറഞ്ഞ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യും. ഇങ്ങനെ സത്യം ഞാൻ ശരിക്കും ലൈവ് ഇതുപോലുള്ള സംഭവം, ഇത് ആ സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയൊരു സംഭവമാണ്. ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പൈസ കൊടുക്കണ്ട. ഇപ്പൊ ഇഷ്ടം പോലെ കസ്റ്റമർ സർവീസ് കസ്റ്റമർ കെയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ശരിക്കും ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇംഗ്ലീഷ് ഒന്ന് സംസാരം ഒന്ന് ഓക്കെ ആക്കി. ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ ഇപ്പോൾ? ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഞാൻ ഓൺലൈനായിട്ടൊക്കെ ഇംഗ്ലീഷ് ക്ലാസ്. ചാനലിന് പേരുണ്ടോ? അല്ല, ചാനലൊന്നുമല്ല. ഞാനിങ്ങനെ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു സൂം മീറ്റിലൊക്കെ അത്യാവശ്യം അധികം എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എല്ലാം ഒന്നിക്ക് റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വീട്ടമ്മമാരാണ്. ഇപ്പം ഇനിയെങ്കിലും ഒന്ന് ഷൈറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാർ, ഇനിയെങ്കിലും ഒന്ന് ജീവിക്കണം, അങ്ങനെ ആ ഒരു സ്പാർക്കുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരെ പഠിപ്പിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ദീപയ്ക്കും യദുവിനും കൊറാസോണിനെ പറ്റി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഞങ്ങൾക്ക് നമ്മൾ ആക്ച്വലി കൊറാസോണിന്റെ ഒരു ഫാമിലി മെമ്പർ ആയി കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ. കാരണം കൊറാസോൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഒരു ടേണിംഗ് പോയിന്റ് വരുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും കൊറാസോണിന് ഒരിക്കലും നമ്മുടെ ഹെൽപ്പ് വേണ്ടി വരില്ല. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു പാർട്ടായി എന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഭാവിയിലുള്ള പരിപാടികളെല്ലാം ഇനി കൊറാസോൺ ത്രൂ ആണ് മാം, ആസ് യു പ്രോമിസ് മീ. മാം പ്രോമിസ് ചെയ്തൊരു കാര്യമാണ്. എൻ്റെ ബാക്കി കാര്യങ്ങളും ഷോസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഫാമിലി ആയിട്ട്. ഇല്ല, അങ്ങനെയല്ല. ഇത് കൊറാസോൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പുറത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു ഫാമിലി മെമ്പറായ സ്ഥിതിക്ക് ശരിക്കും എപ്പോഴും നമ്മുടെ മനസ്സിൽ നിങ്ങളുണ്ടാവും. ആരോട് പറയുമ്പോഴും നിങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും പരസ്പരം പാർവതി ശിവന്മാരായി ജീവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.